അതിൻ്റെ പോരായ്മകൾ നികത്താനുള്ള ഒരു അവസാനത്തെ സംവിധാനമാണ് കുടുംബയോഗം. ഞങ്ങളിൽ അർപ്പിതമായ എല്ലാ കടമകളും ഞങ്ങൾ പൂർത്തീകരിച്ചു. ഞങ്ങൾ പുരുഷന്മാർ, കമ്മിറ്റികൾ ഒക്കെ അത് ചെയ്തു. നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് പയ്യപ്പാടിയിലാണ്. ഇവിടെ ഉമ്മൻചാണ്ടി കുടുംബസംഗമം നടക്കുകയാണ്. പയ്യപ്പാടിയിലും കാഞ്ഞിരത്തുമൂട്ടിലുമായിട്ടാണ് നടക്കുന്നത്. അപ്പോൾ ഇവിടെ തൊട്ട് പുറയിലെ കാഞ്ഞിരപ്പാറ ബേബിച്ചേട്ടൻ്റെ ഭവനത്തിൽ വെച്ചാണ് നടക്കുന്നത്. നമുക്കതിൻ്റെ ദൃശ്യങ്ങളിലേക്ക് പോകാം. അതിനുശേഷം നടക്കുന്നത് കാഞ്ഞിരത്തുമൂടാണ്. നമ്മുടെ ബഹുമാനായ DCCയുടെ പ്രസിഡന്റിന്റെ ചാർജുള്ള ശ്രീ വിജു പുന്നനാഥൻ നമ്മുടെ കൺവെൻഷന് വേണ്ടി കൃത്യസമയത്ത് കടന്നു വന്നു. അദ്ദേഹത്തിന് വൈകിട്ട് AICCയുടെ സെക്രട്ടറി സംബന്ധിക്കുന്ന ഒരു അവലോകന മീറ്റിംഗ് ഉണ്ട്. അതുകൊണ്ട് അദ്ദേഹം നമ്മുടെ ഈ മീറ്റിംഗ് ഉദ്ഘാടനം ചെയ്ത് കടന്നു പോകുന്നതാണ്. പ്രത്യേകിച്ച് പിന്നെ 5 മണിയെന്നാണ് പറഞ്ഞത്, പച്ചരിയായി. എന്തായാലും കൃത്യസമയത്തോടെ കടന്നു വന്ന ബഹുമാനായ വിജു പുന്നനാഥന്റെ പുതുപ്പള്ളി മണ്ഡലം കമ്മിറ്റിയുടെ പേരുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഉദ്ഘാടനം ചെയ്തതിനെ ക്ഷണിച്ചോളൂ. ഏറെ ബഹുമാനായ അധ്യക്ഷൻ നമ്മുടെ പ്രിയപ്പെട്ട മോനിച്ചൻ, ഏറെ പ്രിയപ്പെട്ട സീമൻ സി തോമസ്, പ്രിയങ്കരനായ സാബു പുതുപ്പറമ്പിൽ, നമ്മുടെ പഞ്ചായത്തിന്റെ ആദരനായ പ്രസിഡന്റ് കൂടിയാണ്, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറിയാണ്, പ്രിയപ്പെട്ട സാംഖ്യ വർക്കി മണ്ഡലം പ്രസിഡന്റിന്റെ പ്രിയപ്പെട്ട സുഹൃത്ത്, അതുപോലെ തന്നെ നമ്മുടെ അജിത് കുര്യൻ, കൊച്ചുമോൻ മാടിയിൽ, മാത്യു കിഴക്കേട്, ഏറെ ബഹുമാനായ ഗ്രാമപഞ്ചായത്ത് നമ്മുടെ ബാങ്കിന്റെ വൈസ് പ്രസിഡന്റായ UDFന്റെ ചെയർമാൻ കൂടിയായ മോഹൻദാസ് ചേട്ടൻ, പ്രിയപ്പെട്ട മാത്യു കിഴക്കേടം, തോമസ് ചെറിയാൻ, മറ്റ് പ്രിയപ്പെട്ട ശ്രീമതി നിമ്മി തോമസ്, സൗമ്യ അജു ഉൾപ്പെടെ പ്രിയങ്കരായ നേതാക്കന്മാരെ, പ്രിയപ്പെട്ട നമ്മുടെ CMBയുടെ ജില്ലാ സെക്രട്ടറി പ്രിയപ്പെട്ട തമ്പീന്ദ്രൻ, മറ്റ് ബഹുമാനിതരായ UDFന്റെ നേതാക്കന്മാരെ, സഹപ്രവർത്തകരെ, ഞാൻ കൃത്യസമയം പറഞ്ഞ 5 മണിക്ക് വരാൻ പറഞ്ഞു എന്നോട്. ഞാൻ ചോദിച്ചു, ഞാൻ വൈകിട്ട് വരുന്നു പോകണം. വൈകിട്ട് 6:30ക്കാണ് വൈകിട്ട് മീറ്റിംഗ്. നമ്മുടെ പെട്ടെന്ന് ഇന്നലെ വൈകിട്ട് ഷെഡ്യൂൾ ചെയ്ത മീറ്റിംഗാണ്. അവിടുത്തെ പ്രധാനപ്പെട്ട ലീഡർഷിപ്പ് എല്ലാം കൂടെ ഒന്ന് അവലോകനയോഗമാണ്. അതിനകത്ത് നമ്മുടെ AICCയുടെ നിരീക്ഷകരൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അവിടെ ഒന്ന് എത്തണമുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു, ഇവിടുത്തെ മീറ്റിംഗ് തുടങ്ങുമ്പോഴത്തേക്കും 6:30, 5:30, 6:00 ആകില്ല. ഇല്ല, നമ്മുടെ ആൾക്കാരൊക്കെ 5 മണിക്ക് തന്നെ വരും എന്ന് പറഞ്ഞു. ഞാൻ അപ്പൊ തന്നെയല്ല, എനിക്ക് കൃത്യം അറിയാം, നമ്മളിപ്പോ ഒരു മീറ്റിംഗ് വെച്ചാലും കൃത്യസമയത്ത് എല്ലാവരും എത്തുന്നില്ല. നമ്മുടെ കുടുംബസംഗമമാണ്, താമസിച്ചേ വരുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇതൊരു ചടങ്ങായിട്ടൊന്നും കൂട്ടണ്ട. നമ്മൾ 2 വാക്ക് സംസാരിച്ച് പോകുന്നത് മാത്രം. നമ്മുടെ ആൾക്കാരൊക്കെ എത്തിയതിനു ശേഷം നമുക്ക് വിപുലമായിട്ട് കാര്യങ്ങളൊക്കെ ഇവരൊക്കെ സംസാരിക്കുന്ന നേതാക്കന്മാരുണ്ട്. ഇനിയും നേതാക്കന്മാർ കുഞ്ഞില്ലപ്പള്ളി അടക്കമുള്ളവരൊക്കെ വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്, വരുന്നുണ്ട്. അപ്പൊ അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വിപുലമായ നമ്മുടെ യോഗം നടത്തണം. ഞാൻ ദീർഘമായിട്ടൊന്നും സംസാരിക്കുന്നില്ല. കേരളത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു മണ്ഡലത്തിലൊന്നായി പുതുപ്പള്ളി നമുക്കറിയാൻ മാറിയിട്ടുണ്ട്. ഉമ്മൻചാണ്ടി സാറിലൂടെ ഇപ്പോഴും സത്യത്തില് കേരളത്തിൽ ഓരോ ആളും ഇന്ന് എഴുന്നേൽക്കുമ്പോൾ അവര് മനസ്സിൽ വിചാരിക്കുന്നത് മറ്റൊന്നുമായിരിക്കില്ല. കേരളത്തിലൊരു ഭരണമാറ്റം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ഉമ്മൻചാണ്ടി സാറിന്റെ ഒരു ഭരണകാലം തിരിച്ചു വരണം എന്നുള്ളൊരു ആഗ്രഹം തന്നെയാണ്. എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ജീവിച്ചിരുന്ന ഉമ്മൻചാണ്ടി സാറിനേക്കാൾ ശക്തനായി മാറിയ ഉമ്മൻചാണ്ടി സാറിനെ കഴിഞ്ഞ കുറെ കാലങ്ങളായി നമ്മൾ കാണുകയാണ്. പുതുപ്പള്ളി പള്ളിയിലെ ഈ പള്ളി പരിശുദ്ധവും പരിപാവനമായ പള്ളിയുടെ മുറ്റത്ത് അന്തിയുറങ്ങുന്ന പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി സാറ് ഒരുപക്ഷെ ജീവിച്ചിരുന്നപ്പോൾ സാറിന് കേരളത്തില് ഈ നാട്ടില് ലഭിച്ചിരുന്നേക്കാൾ എത്രയോ വലിയ ഒരു പരിവേഷം അദ്ദേഹത്തിന് മരണശേഷം ലഭിച്ചു എന്നുള്ളത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ആളുകൾ അവിടെ എത്തി കല്ലറയിൽ മെഴുകുതിരികൾ കത്തിച്ച് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ, അത് ഉയരുന്ന മറ്റൊന്നും പ്രാർത്ഥനയുമല്ല, സാറിന്റെ ഭരണകാലം പോലെ ഒരു ഭരണം തിരിച്ചു വരണം എന്നുള്ളതാണ്. അതിനകത്ത് കക്ഷി രാഷ്ട്രീയം ഒന്നുമില്ല എന്നുള്ളതാണ് വാസ്തവം. അവിടെ മാർക്സിസ്റ്റ് പാർട്ടിയിൽപ്പെട്ട സഖാക്കൾ എന്ന് പറയുന്ന ആളുകൾ പോലും ഒരുപക്ഷെ മനസ്സിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവർക്ക് പറ്റിയ ചില തെറ്റുകൾ, അവരൊരു പ്രതീക്ഷയിൽ എല്ലാം ശരിയാക്കാമെന്ന് പറഞ്ഞപ്പോൾ ഒരുപക്ഷെ 2011 തൊട്ട് 16 വരെ നമ്മൾ UDFന്റെ ഒരു ഭരണത്തിൽ ഉണ്ടായിരുന്നതിനേക്കാൾ നല്ലത് ലഭിക്കുമെന്ന് കരുതിയ ഒന്നാം പിണറായി സർക്കാർ ഒരു അവസരം നൽകിയിരുന്നു. അതിന്റെ ഗതികേടിന് പുറത്ത് നമ്മൾ ആ ഭരണത്തിന് ശേഷം നല്ലൊരു ഓണം കൊണ്ടിട്ടില്ല. 16-ന് ശേഷം നമ്മൾ ആരും നല്ലൊരു ആഘോഷത്തിൽ പങ്കെടുത്തിട്ടില്ല. അതൊരു വലിയ ഗതികേടായി നമ്മുടെ നാട്ടിൽ നിൽക്കുക. നമ്മളൊക്കെ ഓർക്കുന്നുണ്ടാവും, ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് ആദ്യമേ അദ്ദേഹം പങ്കെടുത്തൊരു പൊതു ചടങ്ങ് ഇപ്പോഴും പലരുടെയും മനസ്സിൽ ഓർമ്മയിലുണ്ടെങ്കിൽ നമ്മൾ ദൃശ്യമാധ്യമങ്ങളുടെ വാർത്താ മാധ്യമങ്ങളിലൊക്കെ കണ്ടതാണ്. അദ്ദേഹം ഒരു വെള്ളരിപ്രാവിനെ പറപ്പിക്കാനായിട്ടൊരു പരിശ്രമം നടത്തിയെന്ന്.
ഒരു പൊതുപരിപാടിയിൽ വേദിയിൽ വെള്ളരിപ്രാവിനെ പറപ്പിക്കാൻ ആ പ്രാവിനെ കയ്യിൽ പിടിച്ച് പറപ്പിക്കാൻ തുടങ്ങിയ പ്രാവ് അവിടെ ചത്തുമലച്ച് വീഴുകയില്ല. അന്നെല്ലാവരും പറഞ്ഞു ഒരു അപശകുനം നമ്മുടെ നാടിന് മേൽ പതിച്ചിട്ടുണ്ടെന്നുള്ളത്. അക്ഷരാർത്ഥത്തിൽ അത് ശരിയാണെന്ന് പിന്നീട് കാലം തെളിയിച്ചു. ഇവിടെ എന്തൊക്കെയായിരുന്നു, ഇവിടെ ഓക്കിയുണ്ടായി, നിപ്പയുണ്ടായി, പ്രളയമുണ്ടായി, ദുരന്തങ്ങൾ ഒന്നിനുമേൽ ഒന്നായി. പക്ഷെ അത് പറയുമ്പോൾ പറയും ശരിയാണ്, കൊറോണ ലോകത്തിൽ മുഴുവൻ ഉണ്ടായി, പലയിടത്തും അത്തരത്തിൽ ബുദ്ധിമുട്ടുണ്ടായി, ലോകം മുഴുവൻ നമ്മളൊക്കെ അടച്ചിട്ട മുറിയിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്തതിലൊക്കെയായി. പക്ഷെ ഒരു വ്യത്യാസം ഉണ്ടായിരുന്നത് അവിടെയൊക്കെ എല്ലാ രാജ്യങ്ങളിലും എല്ലാ സ്ഥലങ്ങളിലും ഭരണകർത്താക്കൾ, ഭരണാധികാരികൾ ജനങ്ങളോടൊപ്പം നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഒരു പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ, ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ പക്ഷെ ദുരന്തത്തെ ഇല്ലായ്മ ചെയ്യാനൊന്നും ഒരു ഗവൺമെന്റിന് കഴിയില്ല. പക്ഷെ ദുരന്തം അനുഭവിക്കുന്ന ജനങ്ങൾക്ക് മേൽ സ്വാതന്ത്ര്യമേകേണ്ട ഒരു സർക്കാർ, അതാ അതിന്റെ ഉത്തരവാദിത്വം. ഇവിടെ നമ്മൾ എന്താ കണ്ടത്? ഈ ദുരന്തത്തിലായ ആളുകളെ വീണ്ടും അതിന്റെ മേൽ വലിയൊരു ദുരന്തം കൂടി സർക്കാർ വരുത്തി വെച്ച്. ഇന്നലെ പത്രത്തിൽ നമ്മൾ വായിച്ചു ഏതാണ്ട് 50 കോടി രൂപയുടെ വലിയ അഴിമതി ആ സമയത്ത് ഈ കൊറോണ കാലത്ത് പർച്ചേസ് നടത്തിയതിൽ മാത്രം. അത് ഗവൺമെന്റ് വിലയിരുത്തി കണ്ടുപിടിക്കുന്ന കാര്യങ്ങളല്ല, നമ്മളാരും രാഷ്ട്രീയ കക്ഷികൾ ഉന്നയിക്കുന്ന ആരോപണമല്ല. അപ്പൊ കിറ്റിന്റെ അകത്തുള്ള അഴിമതി പറയണ്ട. അതിനകത്ത് നമ്മൾ അന്ന് എന്താ കേരളത്തിന്റെ രക്ഷകർ ഈ ആകാശത്തിന്റെ നീലിമയിലേക്ക് ലോകത്തിന്റെ എവിടെ നിന്നെങ്കിലും ഒന്ന് കടന്നു വന്നാൽ നിങ്ങൾ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞ് അമേരിക്കയിലുള്ളവരെ പോലും നമ്മൾ ചികിത്സിക്കാമെന്നൊക്കെ പറഞ്ഞ് അന്ന് നമ്മൾ മുഴക്കിയ വീരവാദമൊക്കെ ഞാൻ അതിലേക്കല്ല പറഞ്ഞു. അപ്പൊ ഈ കൊറോണ അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായപ്പോൾ സംരക്ഷകരാകേണ്ട ഒരു സർക്കാർ ഒരു ദുരന്തമായി നമുക്ക് മേൽ ഭവിച്ചപ്പോഴായിരുന്നു നമ്മൾ ഉമ്മൻചാണ്ടി സർക്കാരിന്റെയും UDF സർക്കാരിന്റെയും ഒക്കെ ആ ഭരണം ഒന്ന് താരതമ്യം ചെയ്തത്, അല്ലെ? അപ്പം അവിടെ വീണ്ടും ആ ദുരന്തമുഖത്ത് നമ്മൾ നിന്നപ്പോൾ ഒരുപക്ഷെ അന്ന് വീടിനുള്ളിൽ നമ്മൾ അകപ്പെട്ട് നിന്നപ്പോൾ അന്ന് നമുക്ക് മാതാപിതാക്കളും മക്കളും തമ്മിലും സ്വന്തം ഭാര്യയും ഭർത്താവും തമ്മിലും സഹോദരനും തമ്മിലും ഒരു ബന്ധവുമില്ലാതെ കണ്ടുമുട്ടി നമ്മൾ സംസാരിക്കാൻ പോലും വയ്യാതെ നിന്ന സമയത്ത് ആ സമയത്ത് നമ്മൾ വീടിനുള്ളിൽ അകപ്പെട്ടിരുന്നപ്പോൾ നമ്മളെ കബളിപ്പിച്ച് കിറ്റ് നൽകി രണ്ടാമതും ഈ സർക്കാർ വരേണ്ട സാഹചര്യം ഉണ്ടായി. നമുക്കൊരു പേരുദോഷവും കിട്ടി. കിറ്റ് വാങ്ങി വോട്ട് ചെയ്തവരാന്നുള്ളൊരു പേരുദോഷം ഈ കേരളത്തിന്റെ മണ്ണിൽ ഇങ്ങനെ മായാതെ നിൽക്കുകയാണ്. അന്ന് കിറ്റിനകത്ത് കിറ്റ് നൽകിയ കവറുകൾ പോലും കോടിക്കണക്കിന് രൂപയുടെ അഴിമതിക്കായിട്ട് വിനിയോഗിച്ച ഒരു സർക്കാർ അവിടെയും കൈയിട്ട് വാരി അവസാനം നമ്മൾ രണ്ടാം പിണറായി സർക്കാർ വന്നപ്പോൾ ആ സർക്കാർ ഒന്നാം പിണറായി സർക്കാർ പോലെയല്ല, ശരിക്കും ഒരു അഹങ്കാര ഭരണമായി മാറി. ഇന്ന് കേരളം എന്ന് പറയുന്നത് ഏതാണ്ട് ഏകാധിപതി രാജ്യത്ത് നിൽക്കുന്ന പോലെയാണ്. എന്തൊക്കെയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി വിളിച്ചു പറയുന്നത് രാവിലെ തൊട്ട്? അദ്ദേഹത്തിന് കറുത്തത് കാണാൻ പറ്റില്ല, വെളുത്തത് കാണാൻ പറ്റില്ല, നല്ലത് വണ്ടിയിൽ യാത്ര ചെയ്യണം. ഒരു വണ്ടിയിൽ പോകുമ്പോൾ കൊച്ചു കുട്ടികൾ ഈ പെരുന്നാൾ സ്ഥലത്ത് എന്ന് പറയുന്നത് എനിക്ക് അത് വേണം ഇത് വേണം, ആരുടെ കാശെടുത്താ? നമ്മുടെ പണമെടുത്ത് ഇത്രത്തോളം ദൂർത്ത് ചെയ്യുന്ന ഒരു മുഖ്യമന്ത്രിയും മന്ത്രിമാരും കേരളത്തിന്റെ പൊതു ഖജനാവ് കൊള്ളയടിച്ചു പോവുകയാണ്. നമ്മള് ഉമ്മൻചാണ്ടി സർക്കാർ ഭരണത്തിൽ നിന്നും പുറത്തേക്ക് പോരുമ്പോൾ നമ്മുടെ പൊതുക്കടം എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കണം, 1.5 ലക്ഷം കോടി രൂപ മാത്രമാണ്. ഇന്നത് 10 വർഷം കഴിയുമ്പോൾ എത്തിയിരിക്കുന്നത് 6 ലക്ഷം കോടി രൂപയിലാണ്. എവിടെ പോയി പണമല്ല? നമ്മൾ എത്ര വൻകിട വികസന പദ്ധതികൾ നടത്തി, നമ്മൾ ഈ നാടിന്റെ മണ്ണിൽ എത്ര ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തി, നമ്മൾ ഈ ഇവിടെ എത്ര ക്ഷേമ പെൻഷനുകൾ കൊടുത്തിരുന്നു മുടക്കം കൂടാതെ, നമ്മൾ ഈ നാട്ടിലെ സാധാരണക്കാർക്ക് വേണ്ടി എന്തെല്ലാം പദ്ധതികൾ നടത്തി, വൻകിട പദ്ധതികൾ, കൊച്ചി മെട്രോ ആണെങ്കിലും വിഴിഞ്ഞം തുറമുഖമാണെങ്കിലും സ്മാർട്ട് സിറ്റി ആണെങ്കിലും കണ്ണൂർ വിമാനത്താവളമാണെങ്കിലും മെഡിക്കൽ കോളേജുകളാണെങ്കിലും നമുക്ക് എത്ര കാര്യങ്ങൾ പറയുവാനുണ്ട്. ഈ സർക്കാരിന് എന്തെങ്കിലും ഒരു കാര്യം പറയാൻ കഴിയുമോ? അവിടെയാണ് 4.5 ലക്ഷം കോടി രൂപയുടെ ബാധ്യത കൂടി സർക്കാരിന് വരുത്തി വെച്ചിരിക്കുന്നത്. അത് പോരാഞ്ഞിട്ട് നമ്മുടെ ഒരു പദ്ധതി മാത്രം മതിയല്ലോ. ആദരണീയനായ ഉമ്മൻചാണ്ടി സർക്കാർ, അന്ന് മുഖ്യമന്ത്രിയായിരുന്നു ഉമ്മൻചാണ്ടി സാറിന്റെ, അദ്ദേഹത്തിന്റെ ആ മനസ്സ് തന്നെ നമ്മൾ കണ്ടു. തിരുവനന്തപുരത്ത് നിന്നും സെക്രട്ടേറിയറ്റിലെ ആ നൂലാമാലകളൊക്കെ അഴിക്കുന്നതിനായി നമുക്ക് നടത്തിയ ജനസമ്പർക്ക പരിപാടി, അല്ലെ? കോട്ടയത്ത് പോലും രാവിലെ ആരംഭിക്കുന്ന പരിപാടി പിറ്റേന്ന് പുലർച്ചെ വരെ ഭക്ഷണം പോലും കഴിക്കാതെ നിന്ന് അദ്ദേഹം തീർപ്പാക്കിയ എത്ര കാര്യങ്ങളാണ്. അതിനകത്ത് കക്ഷി രാഷ്ട്രീയമില്ല. ഈ പ്രദേശത്ത് ഉൾപ്പെടെയുള്ള മാർക്സിസ്റ്റുകാരും കമ്മ്യൂണിസ്റ്റുകാര് അല്ലെ CPM-കാരെന്നുള്ളോ അല്ലെ BJP-കാരെന്നുള്ളോ കോൺഗ്രസ്സുകാരെന്നുള്ളോ വേർതിരിവൊന്നുമില്ല. അപ്പൊ അതൊക്കെ ചെയ്ത് അന്ന് കോടിക്കണക്കിന് രൂപ അവിടെ വെച്ച് തന്നെ ആളുകൾക്ക് സഹായമായി നൽകിയ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു കാരുണ്യ ബെനവലന്റ് പദ്ധതി. അതിലൂടെ എത്രയോ പാവങ്ങൾക്ക്, ഒരു അച്ഛന് അസുഖം വന്നാൽ ഒരു മകനെ സംബന്ധിച്ചിടത്തോളം, ഒരു മാതാപിതാക്കൾക്ക് അസുഖം വന്നാൽ മക്കളെ സംബന്ധിച്ചിടത്തോളം, ഭർത്താവിന് അസുഖം വന്നാൽ ഭാര്യയെ സംബന്ധിച്ചിടത്തോളം ഒരു ഭയപ്പാടുമില്ലാതെ കടന്നു ചെന്ന് ചികിത്സയ്ക്കായി പണം, അത് സർക്കാർ ഉണ്ടായിരുന്നെന്ന് സംരക്ഷകരായി അധികാരമേറ്റി എല്ലാം ശരിയാക്കാൻ വന്ന സർക്കാർ അധികാരമേറ്റ് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ കാരുണ്യ ബെനവലന്റ് പദ്ധതി ഇന്ന് കേൾക്കാൻ പോലുമില്ല.
നമ്മുടെ ക്ഷേമ പ്രവർത്തനങ്ങൾ എത്രയോ നിറത്തിലാക്കി. എന്നിട്ടാണ് ഞാൻ മുമ്പ് സൂചിപ്പിച്ച 4,00,000 കോടി രൂപയുടെ സാമ്പത്തിക അധിക ബാധ്യത സർക്കാരിന് നിൽക്കുമ്പോൾ ഇത് മുഴുവൻ ദൂർത്തടിച്ച് നമ്മുടെ ഖജനാവ് കൊള്ളയടിച്ച് ഇത് നമ്മുടെ നാടിനെ കുട്ടിച്ചോറാക്കി ഒരു ഭരണം മുമ്പോട്ട് പോയപ്പോൾ ആ ഭരണം മാറുവാൻ വേണ്ടിയുള്ള ഒരു തെരഞ്ഞെടുപ്പാണ്. കേവലം ഒരു അസംബ്ലി തെരഞ്ഞെടുപ്പ് എന്നതിനപ്പുറത്ത്, വ്യക്തികൾ തമ്മിലുള്ള ഒരു മത്സരം എന്നതിനപ്പുറത്ത് ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു രാഷ്ട്രീയ പ്രാധാന്യം അത് നമ്മൾ ഗൗരവമായി തന്നെ കാണണമെന്നാണ് എനിക്ക് വിനയപൂർവ്വം സൂചിപ്പിക്കുവാനുള്ളത്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു കാര്യം കൂടി വളരെ വിനയപൂർവ്വം സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുക. നമ്മൾ ഇതൊക്കെ പറയുമ്പോഴും, ഈ ഗവൺമെന്റ് മാറണമെന്നൊക്കെ പറയുമ്പോഴും, UDF-കാരായ നമ്മളെ സംബന്ധിച്ച് കുടുംബ സംഘമാണല്ലോ. ഇപ്പം എന്താ നമ്മൾ ചർച്ച ചെയ്യുന്നത്? ഇത്തരം വിഷയങ്ങൾ നിരവധിയായിട്ട് നമ്മുടെ മുമ്പ് ചർച്ച ചെയ്യാൻ നിൽക്കുമ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്നത് UDF-ന് ഭരണം കിട്ടി 100 സീറ്റ് മേടിച്ച് അധികാരത്തിൽ വരുമ്പോൾ ആര് മുഖ്യമന്ത്രിയാകും? നമ്മളും ചർച്ചയെ പങ്കാളിയാവുക. ചാനൽ അങ്ങ് തുറന്നാൽ തുടങ്ങുക. ഇവിടെ ആരാ മുഖ്യമന്ത്രിയാകാൻ? 100 സീറ്റ് മേടിച്ച് വന്നാൽ ഇവിടെ VD സതീശൻ മുഖ്യമന്ത്രിയാവും, രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാവും, KC വേണുഗോപാൽ മുഖ്യമന്ത്രിയാവും. ഈ ഏതെങ്കിലും ഒരു നേതാക്കന്മാര് ഞങ്ങൾ മുഖ്യമന്ത്രിയാകാനാണ് മത്സരിക്കുന്നത് ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇതാരാണ് ഈ പറയണത് അവർ മുഖ്യമന്ത്രിയാകുമെന്ന്? ഇത് ചാനലുകൾക്ക് പണം കൊടുത്ത് പെയ്ഡ് ചാനലുകൾ വാർത്തകൾ വരുമ്പോൾ ഞാനും നിങ്ങളും രാവിലെ വീട്ടിൽ നിന്ന് അസ്വസ്ഥരാകുകയാണ്. UDF ഭരിക്കാൻ വന്നാൽ ആര് മുഖ്യമന്ത്രിയാകും? ഇവിടെ എന്തോരം വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടേണ്ടതായിട്ടുണ്ട്. ഇവര് പറയണു K. സുധാകരൻ പാർട്ടി ഉണ്ടാക്കും. ചർച്ചയാണ്, രാവിലെ തൊട്ട് ചർച്ചയാണ്. ഇവിടെ സീറ്റ് കിട്ടാത്തവരൊക്കെ റിബലായി മത്സരിക്കുക. എവിടെ ഉണ്ടായി? ഒരിടത്തുമില്ല. നമ്മുടെയൊക്കെ മനോവീര്യം തകർക്കുന്ന തരത്തിലേക്ക്. നമുക്കറിയാവോ, നമ്മളൊക്കെ കാണുന്ന ചാനലുകളുടെ പ്രൈം ടൈം പോലും ഇന്ന് കോടികൾ കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയിരിക്കുക. അവരുദ്ദേശിക്കുന്ന വാർത്തകൾ, അവരുദ്ദേശിക്കുന്ന സമയത്ത് അത് സംപ്രേഷണം ചെയ്തുകൊണ്ട് നമ്മുടെ മനസ്സുകളെ പോലും ചാഞ്ചല്യപ്പെടുത്തുമ്പോൾ ഉറച്ച UDF കോട്ടയിൽ UDF-ന്റെ അകത്ത് നിൽക്കുന്ന നമ്മളെ പോലും മനസ്സിൽ പറയുക, 100 സീറ്റ് മേടിച്ചാൽ ആരാ മുഖ്യമന്ത്രിയാകുന്നത്? നമ്മൾ ഈ കഴിഞ്ഞ നാളുകളിൽ ഈ സർക്കാർ നടത്തിയ ദൂർത്തിനെ കുറിച്ചും ദുർഭരണത്തെ കുറിച്ചും, ഈ സർക്കാർ പാവങ്ങളെ ജീവിക്കാൻ സമ്മതിക്കാതെ നിത്യോപയോഗ സാധനങ്ങളുടെ വില വർധനവ് ഒരു ചാർട്ട് ഉണ്ടാക്കിയിട്ട് 2016 നിത്യോപയോഗ സാധനങ്ങളുടെ വിലയും ഈ 2026 വിലയും കൂടെ ഒന്ന് എഴുതിയാൽ എന്താ അവസ്ഥ? വൈദ്യുതി ചാർജിനെ മാത്രം ഒന്ന് കാര്യമെടുത്ത് എത്ര തവണയാണ് വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ച്? നമ്മളൊന്ന് ആലോചിച്ച്, നമ്മളായിരുന്നു ഇന്ന് ഭരണപക്ഷത്തെങ്കിൽ ഇവിടുത്തെ അവസ്ഥ എന്താകുമായിരുന്നു? നമുക്ക് നമ്മുടെ നാട്ടിലൊക്കെ സാധാരണ 2016 നമ്മുടെ സർക്കാർ അധികാരത്തിൽ നിന്നും പോരുമ്പോൾ ഒരു ശരാശരി വീട്ടിൽ 500 രൂപ 600 രൂപ വൈദ്യുതി ചാർജ്. ഇന്ന് എത്രയാണ്? 1000 രൂപ 1500 രൂപ എല്ലാവരും അടയ്ക്കുക. ആർക്കും കുഴപ്പമില്ല. ഡീസലിന് വില, പെട്രോളിന് വില, നിത്യോപയോഗ സാധനങ്ങൾ മുഴുവൻ വില വർദ്ധിപ്പിച്ചു. ഇതൊക്കെ ചർച്ച ചെയ്യേണ്ട സമയത്ത് നമ്മളും ആശങ്കപ്പെടുകയാണ്. UDF-ന് 100 സീറ്റ് കിട്ടിയാൽ ആര് മുഖ്യമന്ത്രിയാകും? ഇതിങ്ങനെ ഇളക്കി വിടുന്നു, നമ്മൾ ആ കൂടത്തിൽ നമ്മളും കൂടുന്നു. നമ്മൾ പറയുന്നു ഇത് ശരിയാകില്ല, UDF ശരിയാകില്ല. നമ്മൾ ഭരിച്ചിട്ടുണ്ട്. ഞാനതാണ് പറഞ്ഞേ, 11-16 കേരളത്തിൽ ഒരു ഭരണം ഉണ്ടായിരുന്നു ഇല്ലേ? ആ ഭരണത്തിൽ നമുക്ക് എന്തായിരുന്നു കുഴപ്പം? ഇവിടെ ഈ പറഞ്ഞ മുഴുവൻ കാര്യങ്ങൾ നടന്നപ്പോൾ ഇവിടെ മുഖ്യമന്ത്രി ഇല്ലായിരുന്നോ? അതിനു മുമ്പ് UDF-ന് മന്ത്രിസഭ ഉണ്ടാക്കിയപ്പോൾ മുഖ്യമന്ത്രിമാരില്ലായിരുന്നോ? ഒരു കാര്യം ഞാൻ വളരെ ആത്മാർത്ഥമായി പറയാൻ ആഗ്രഹിക്കുന്നു. ഞാനും നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. നമുക്ക് ഈ തെരഞ്ഞെടുപ്പിൽ നാട്ടിൽ, നമ്മുടെ കുടുംബത്തില്, നമ്മുടെ നാടുകളിലെ സുഹൃത്തുക്കളോട്, ബന്ധുക്കളോട്, സ്നേഹിതരോട് പറയാൻ കഴിയണം, കേരളത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണി 140 സീറ്റിൽ നിർത്തിയിരിക്കുന്ന സ്ഥാനാർത്ഥികളിൽ ആര് ജയിച്ചു വന്നാലും ഇന്ന് കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനേക്കാൾ നന്നായിട്ട് കേരളം ഭരിക്കുവാൻ കഴിയുന്ന ആളുകളെയാണ് നമ്മൾ നിർത്തിയിരിക്കുന്നതെന്ന് പറയാൻ നമുക്ക് കഴിയണ്ടേ? നമ്മളും ആ കോടതി കൂടുകയാണ്. ആരാണ് മുഖ്യമന്ത്രി? ഇത് എന്ത് കഷ്ടമായത്! ഇന്നിപ്പോ ആടെ ചാനലുകൾ ഇന്നലെയും മിനിങ്ങാന്നുമായിട്ട് അവരാണ് തീരുമാനിക്കുന്നത്, ചാനലുകളാണ് തീരുമാനിക്കുന്നത്. ഇപ്പോൾ ഇട്ടിരിക്കുക ഇവിടെ പുതിയ സർവേ ഫലം വന്നിരിക്കുന്നു, നെക്ക് ടു നെക്ക് ടൈറ്റ് ഫൈറ്റ്. ഇതൊന്നുമല്ല. ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കേരളത്തിലെ ജനങ്ങൾക്ക് മുമ്പിൽ മുദ്രാവാക്യം വെച്ചു, ഇതൊരു സെമി ഫൈനലാണെന്ന് പറഞ്ഞു. ഇല്ലേ? നമ്മളല്ല, ജനങ്ങളാ പറഞ്ഞത്. ഈ സർക്കാർ മാറണമെന്ന് ആഗ്രഹിച്ചതാരാ? ജനങ്ങളാ. ഇപ്പോ നടത്തിയ സർവേകൾ നടത്തിയ സർവേ ആണോ ഈ ചരിത്രത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണി UDF തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ ഇത്രത്തോളം വിജയം നേടിയിട്ടുണ്ട്? ഒരു കാലത്ത് നമ്മളിങ്ങനെ വിജയം നേടാറില്ല, പക്ഷെ നമ്മൾ നേടി. ആ നേട്ടത്തിന്റെ ഒരു തുടർച്ച ഫൈനലിൽ നിലനിർത്താൻ കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിച്ചു നിൽക്കുമ്പോൾ ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ചാനലുകളെ പോലും കോടിക്കണക്കിന് രൂപ കൊടുത്ത് പണമുണ്ട്. ഞാൻ മുമ്പ് പറഞ്ഞ 4.5 ലക്ഷം കോടി രൂപയുടെ കണക്കുകൾക്കകത്തുപെടുന്ന കണക്കിൽ പൈസ മുഴുവൻ കിടപ്പുണ്ട്. ആ ചാനലുകൾക്കുള്ളിൽ പോലും പണം കൊടുത്ത് വിലയ്ക്ക് വാങ്ങി പെയ്ഡ് സർവേകൾ നടത്തി നമ്മളുടെ മനസ്സ് മടുപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ കൂടുതൽ ജാഗ്രതയോടുകൂടി നമ്മൾ ഈ തെരഞ്ഞെടുപ്പിനെ കാണണം. പ്രിയപ്പെട്ടവരെ, ഞാൻ ദീർഘമായിട്ടൊന്നും സംസാരിച്ച് കടന്നു പോകാൻ ഒത്തിരി വിഷയങ്ങൾ നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ സംസാരിക്കേണ്ടതായിട്ടുണ്ട്, സംസാരിക്കണം. രാഷ്ട്രീയം പറയേണ്ട തെരഞ്ഞെടുപ്പാണിത്. ഇവിടെ കേവലം വ്യക്തി താല്പര്യങ്ങളല്ല, ഏതെങ്കിലും മണ്ഡലത്തിലുള്ള തെരഞ്ഞെടുപ്പ് എന്നതിനപ്പുറത്ത്. അതുകൊണ്ടാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു, പുതുപ്പള്ളിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സ്ഥാനാർത്ഥി ഒരുപക്ഷെ സ്ഥാനാർത്ഥിയല്ല, കുടുംബസംഘം എത്തിച്ചേരേണ്ടതാണ്. അദ്ദേഹം ഞാൻ മനസ്സിലാക്കുന്നു കുണ്ട്രയിലാണ് നിൽക്കുന്നത്.
കാരണം ഈ സാഹചര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു സ്റ്റാർ ക്യാമ്പയിനറാണ്. നമുക്കിത് അഭിമാനിക്കാം. പ്രിയപ്പെട്ട ചാണ്ടി ഉമ്മൻ ഇന്ന് കേരളത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്റ്റാർ ക്യാമ്പയിനർ ആകുമ്പോൾ അദ്ദേഹത്തിന് ഇത്തരത്തിൽ നമ്മുടെ യോഗങ്ങളിൽ പങ്കെടുക്കാനുള്ള പരിമിതികളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാകും. അത് നികത്താൻ കൂടിയുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. പുതുപ്പള്ളിക്കാർക്ക് അദ്ദേഹത്തെ എപ്പോഴും സമീപസ്ഥനാണ്. ഒരു തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന്റെ സാന്നിധ്യം എനിക്കറിയാം. നമ്മുടെ പല മണ്ഡലങ്ങളിലും പല സ്ഥാനാർത്ഥികളും ആവശ്യപ്പെടുന്ന ഒരു പ്രചാരകരിൽ പ്രധാനപ്പെട്ട ഒരാളെന്ന് പറയുന്നത് ചാണ്ടി ഉമ്മനാണ്. ചാണ്ടി ഉമ്മൻ ഒരു സാന്നിധ്യം, അദ്ദേഹത്തിന്റെ ഒരു പര്യടനം, അദ്ദേഹത്തിന്റെ ഒരു പ്രസൻസ് അത് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കുന്ന ചലനം ചെറുതല്ല. അതുകൊണ്ട് അദ്ദേഹത്തിന് പൂർണ്ണമായിട്ടൊന്നും നമ്മുടെ ഈ മണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കാൻ കഴിയില്ല. പക്ഷേ ബാക്കി സമയങ്ങളിൽ മുഴുവൻ ആയിരിക്കുന്ന സമയങ്ങളിൽ രാത്രിയും പകലുമില്ലാതെ നമ്മോടൊപ്പം നിൽക്കുകയും ഇവിടെ പ്രിയപ്പെട്ട അദ്ദേഹത്തിന്റെ പിതാവ് കേരളത്തിൽ തന്നെ ഇന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഭരണം, ഉമ്മൻചാണ്ടി സർക്കാരിന്റെ ഒരു ഭരണം തിരിച്ചു വരണം എന്നുള്ളതാണെങ്കിൽ അതിന് സാധ്യതപ്രാപ്തമാകുന്ന രീതിയിൽ നമ്മുടെ പുതുപ്പള്ളിയെ നയിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ചാണ്ടി ഉമ്മൻ അദ്ദേഹം തീർച്ചയായും പുതുപ്പള്ളിക്ക് വേണ്ടി കഴിഞ്ഞ നാളുകളിൽ നിന്നിട്ടുണ്ട്. ഇവിടെ നിന്നും നല്ല ഭൂരിപക്ഷത്തോടെ തെരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ അതിന് നേതൃത്വം കൊടുക്കുന്നു. അദ്ദേഹത്തിന്റെ സേവനം നമ്മൾക്ക് പുതുപ്പള്ളിക്ക് മാത്രമല്ല കേരളത്തിലെമ്പാടും എല്ലാവരും ആഗ്രഹിക്കുമ്പോൾ അദ്ദേഹം പരമാവധി ഇവിടുത്തെ സാന്നിധ്യത്തിന് ഒപ്പം ബാക്കി സ്ഥലങ്ങളിലും എത്താൻ പരിശ്രമിക്കുന്നത് കൊണ്ട് നമ്മുടെ ഇടയിലേക്കൊക്കെ കടന്നു വരാൻ ചില സാഹചര്യക്കുറവും ബുദ്ധിമുട്ടുകളും ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതുകൂടി നമ്മൾ ഏറ്റെടുക്കണം. നമ്മൾ ഓരോരുത്തരും ചാണ്ടി ഉമ്മന്മാരായി മാറണം. നമ്മൾ ഓരോരുത്തരും പ്രചരണത്തിൽ സജീവമാകണം. തെരഞ്ഞെടുപ്പിൽ വാക്ക് ഓവർ ഈസി ആണെന്നുള്ള ഒരു സംസാരം നമുക്ക് കൂടുതലായിട്ടുണ്ട്. പക്ഷേ ഒരു തെരഞ്ഞെടുപ്പിനെ കാണുമ്പോൾ നമ്മളതിനെ ഒരു കാരണവശാലും ചെറുതായി കാണരുത്. അത് നമുക്ക് ഓരോ വോട്ടും വിലപ്പെട്ടതാണ്. ലഭിക്കുന്ന ഓരോ വോട്ടും അത് ഭൂരിപക്ഷം എന്നുള്ളതല്ല, ഈ ഗവൺമെന്റിനെതിരായിട്ടുള്ള വിധിയെഴുത്താണ്. ഈ ഗവൺമെന്റിനെതിരായ ഏറ്റവും വലിയ ഭൂരിപക്ഷം, ചരിത്ര ഭൂരിപക്ഷം, അത് നമുക്ക് ഈ നിയോജക മണ്ഡലത്തിൽ നേടിയെടുക്കാൻ കഴിഞ്ഞേ മതിയാകൂ. അതിനുവേണ്ടിയുള്ള പ്രവർത്തനത്തിലാണ് നമ്മൾ പങ്കാളികളാകുന്നത്. എല്ലാവരും പുതുപ്പള്ളിയിലേക്ക് ഉറ്റുനോക്കുന്നു. കേരളത്തിലെ ഏറ്റവും ഭൂരിപക്ഷം ലഭിക്കുന്ന ഒരു മണ്ഡലമായി പുതുപ്പള്ളി മാറട്ടെ. അതിനുവേണ്ടിയുള്ള ഒരു ചരിത്ര നിയോഗത്തിന് നമ്മൾ എല്ലാവരും ഒന്നിച്ചു മുന്നേറുമ്പോൾ ആ പ്രയാണത്തിന് ഞാൻ എല്ലാ ആശംസകളും ഭാവുകങ്ങളും നേരുകയാണ്. നമ്മുടെ ബഹുമാന്യനായ KPCCയുടെ സെക്രട്ടറി, കോൺഗ്രസിന്റെ പ്രിയപ്പെട്ട നേതാവ് കുഞ്ഞില്ലമ്പള്ളി ഇവിടേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. ഞാൻ പ്രിയപ്പെട്ട നേതാക്കന്മാർക്കായിട്ട് വഴിമാറുകയാണ്. തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പിന്റെ എല്ലാ രാഷ്ട്രീയ പ്രാധാന്യവും ഉൾക്കൊണ്ടുകൊണ്ട് ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണി കേരളത്തിന്റെ മണ്ണിൽ വലിയൊരു വിജയം നേടി തെരഞ്ഞെടുപ്പിൽ മുമ്പോട്ട് പോകുന്നതിന് നമ്മുടെ എല്ലാവരുടെയും പ്രവർത്തനം ഒരുമിച്ച് നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാം. നമുക്ക് ഈ പഞ്ചായത്തിൽ അഭിമാനിക്കാം. നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ്, ഏറെ ബഹുമാനായ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി, നേതാവും കൂടിയായ പ്രിയപ്പെട്ട നമ്മുടെ സാബു പുതുപ്പറമ്പിന്റെ നേതൃത്വത്തിൽ നമ്മുടെ പഞ്ചായത്ത് നമുക്ക് ഉജ്ജ്വലമായ വിജയം നേടുവാൻ കഴിഞ്ഞു. അഭിമാനിക്കാം. അദ്ദേഹത്തിന്റെ ആ വലിയ നേട്ടം, അവരുടെയൊക്കെ ആ പ്രവർത്തനം, പഞ്ചായത്തിന്റെ പ്രവർത്തനമൊക്കെ നമ്മുടെ ഭൂരിപക്ഷത്തിന് വേണ്ടി ആക്കം കൂട്ടുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഒരു സെമി ഫൈനലായിരുന്നുവെങ്കിൽ നിശ്ചയമായും ഈ ഫൈനലിലും നമുക്ക് ഉജ്ജ്വലമായ വിജയം, കഴിഞ്ഞ തവണ നേടിയതിനേക്കാൾ വലിയ ഭൂരിപക്ഷം, കേരളം കാക്ഷിക്കുന്ന ഒരു വലിയ ഭൂരിപക്ഷം, അത് പ്രിയപ്പെട്ട ചാണ്ടി ഉമ്മന് നൽകി അദ്ദേഹത്തെ നമുക്ക് കേരള നിയമസഭയിലേക്ക് പറഞ്ഞയച്ച് കേരളത്തിൽ ഇന്ന് നമ്മെ ദുരിതത്തിലാക്കി ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന പിണറായി സർക്കാരിന് തക്ക തിരിച്ചടി നൽകുവാൻ ഈ തെരഞ്ഞെടുപ്പ് ഒരു കാരണമായി മാറട്ടെ. ഓരോ വോട്ടും അതിനായി മാറട്ടെ. നമ്മളുടെ ബന്ധുക്കളോ സുഹൃത്തുക്കളോ സ്നേഹിതര്, അത് ഈ മണ്ഡലത്തിൽ മാത്രമല്ല ചുറ്റു മണ്ഡലത്തിലും നമുക്കൊക്കെ ഏതൊക്കെ സാഹചര്യം നമ്മുടെ പ്രദേശങ്ങളിലൊക്കെ ഉണ്ടോ, സുഹൃത്തുക്കളോ ബന്ധുക്കളോ സ്നേഹിതര്, അതെല്ലാ സ്ഥലത്തും നമ്മൾ പരമാവധി പ്രയോജനപ്പെടുത്തി വലിയൊരു വിജയത്തിലേക്ക് നമുക്ക് ഒരുമിച്ച് മുമ്പോട്ട് പോകാം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് UDF. വീട് കയറി നമുക്ക് വോട്ടഭ്യർത്ഥിച്ച് മാക്സിമം ഭൂരിപക്ഷം ഉണ്ടാക്കണം. നമുക്കറിയാം വേണ്ടി അതിനുള്ള ആ ഒരു എല്ലാവരും അതിന്റെ ആ ഒരു പ്രവർത്തനത്തിൽ ഇറക്കുക എന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ആവശ്യം തന്നെയാണ്. ഏതായാലും നമുക്കറിയാം നമ്മുടെ MLA സംബന്ധിച്ചിടത്തോളം വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കും എന്ന പൂർണ്ണ ബോധ്യം നമുക്ക് എല്ലാവർക്കുമുണ്ട്. സ്നേഹത്തോടെ ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തായി സംസാരിക്കാൻ നമ്മുടെ പ്രിയപ്പെട്ട ബ്ലോക്ക് പ്രസിഡന്റ് ശ്രീ KB ഗിരീഷിനെ ക്ഷണിക്കുന്നു. ജില്ലാ കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് ജില്ലാ പഞ്ചായത്ത് അംഗം ആശംസകൾ നേരുകയാണ്. ഈ കുടുംബസംഗമത്തിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് തന്നെ ആമുഖമായി പറയുന്നത്, ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന കാലഘട്ടത്തിൽ നമ്മൾ എന്തുകൊണ്ടാണ് ഇടതുപക്ഷ ആ തുണിയും കൂടെ ഒന്ന് മേടിച്ചുകൊണ്ട് വന്നാൽ നമുക്കത് ഇപ്പൊ തന്നെ ആദ്യം തന്നെ ചേട്ടനെ ഞാൻ പറഞ്ഞു വിടാം. ഇതല്ലേ അവസ്ഥ? ഒരു കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഗവൺമെന്റ് ആശുപത്രി ഒരു ആശ്രയം. നമ്മുടെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ, നമ്മുടെ 7ാം വാർഡിലെ ഗ്രാമപഞ്ചായത്ത് മെമ്പർ എല്ലാം 15 വർഷക്കാലമായി അനുവാൾ ചുറ്റിക നക്ഷത്ര ചിഹ്നത്തിൽ മത്സരിച്ചയാളല്ലോ. അത് മാത്രമല്ലല്ലോ, നമ്മുടെ അമ്പലപ്പുഴയിൽ, ആലപ്പുഴ ജില്ലയിലെ അമ്പലപ്പുഴയിൽ മത്സരിക്കുന്നതാരാ? ഒന്നാം പിണറായി ഗവൺമെന്റിന്റെ രുക്കത്തിൽ നിന്നിട്ടുള്ള ശ്രീ പഴയ CPM ആയിരുന്നെങ്കിലോ
ആ PK ശശി മത്സരിക്കുന്നത് ആർക്ക് വേണ്ടിയാ? ഐക്യജനാധിപത്യ മുന്നണിക്ക് വേണ്ടിയല്ലേ? നമുക്കറിയാം. അപ്പൊ അതിന് അനുബന്ധിച്ച് നമ്മുടെ ഇവിടെ പ്രിയപ്പെട്ട ബൂത്ത് കമ്മിറ്റികളെ കൂട്ടിയിണക്കിയാണ് നമ്മൾ ഈ മീറ്റിംഗ് സംഘടിപ്പിക്കുന്നത്. ഇതുപോലെ തന്നെ ഇന്ന് നാളെ മറ്റന്നാളുമായിട്ട് ധാരാളം മീറ്റിംഗുകൾ പുതുപ്പള്ളി അറുതി വരുത്തുന്നതിന് വേണ്ടി UDFന്റെ ഒരു ഭരണം ഈ കേരളത്തിൽ അനിവാര്യമാണെന്നുള്ള തിരിച്ചറിവ് ഈ കേരളത്തിലുള്ളതുകൊണ്ട് ജനങ്ങൾ അവരുടെ ദുഷ്ചെയ്തികളിലും ദുർഭരണത്തിലും അറുതി മടുത്ത് ഈ ഭരണത്തിന് അറുതി വരുത്തണമെന്ന് കരുതി എങ്ങനെയെങ്കിലും ഈ സർക്കാരിനെ വലിച്ച് താഴെണമെന്നുള്ള ത്വരയോടുകൂടിയിരിക്കുന്ന ഒരു സാഹചര്യം ഉള്ളപ്പോഴും അതിനു മുപ്പുറത്തുണ്ട് ഇതിനൊരു രാഷ്ട്രീയ പ്രാധാന്യം. പ്രിയപ്പെട്ടവരെ, ഇന്ന് കേരളത്തിൽ ഇവിടെ മുൻപ് സംസാരിച്ച സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ ഈ കേരളത്തിൽ എന്തോ വികസന കാര്യങ്ങൾ ഭയങ്കരമായിട്ട് നടക്കുന്നുവെന്നുള്ള 10 വർഷക്കാലം ഞങ്ങൾ വികസനത്തിന്റെ പെരുമഴക്കാലനെ കേരളത്തിൽ സൃഷ്ടിച്ചുവെന്ന് പറഞ്ഞ് വലിയ പ്രചണ്ഡ കോലാഹലങ്ങൾ നടത്തിക്കൊണ്ട് പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി ഒരു PR വിജയനായിട്ട് PR വർക്ക് കൊണ്ട് കടന്നു പോകുന്ന ഒരു മുഖ്യമന്ത്രിയായിട്ട് കേരളത്തിൽ നിൽക്കുമ്പോൾ നമ്മൾ ഈ കേരളത്തിന്റെ അവസ്ഥ എന്ത് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഈ കേരളത്തിൽ എന്തെല്ലാം നെഗറ്റീവുകളുണ്ടോ, ഈ കേരളം എവിടെയെല്ലാം പോരായ്മകളുണ്ടോ, വികസനത്തിൽ എവിടെ മുരടിപ്പുണ്ടോ, ഇതിന്റെ ഉത്തരവാദിത്വം ആർക്കാണ്? യാതൊരു സംശയവുമില്ല. കേരളത്തെ വീണ്ടും വികസനത്തിന്റെ ഇരുണ്ട കാലഘട്ടങ്ങളിലേക്ക് കൊണ്ടുപോകാൻ ഭരണത്തിലിരിക്കുമ്പോൾ കാണിക്കുന്ന ഉത്തരവാദിത്വമില്ലായ്മയേക്കാൾ കൂടുതൽ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ നടത്തിയ സമരങ്ങളും അവർ ഈ കേരളത്തെ ഇരുണ്ട ഒരു നാടാക്കി മാറ്റുന്ന ശ്രമങ്ങളുമാണ് ഈ കേരളത്തിന്റെ ഏറ്റവും വികസനത്തിൽ സൃഷ്ടിച്ചത്. കേരളത്തിന്റെ ചരിത്രം പരിശോധിച്ച് നോക്കൂ. ഈ കേരളം ഇന്ത്യയിൽ ഇപ്പോൾ 1ാമത്തെ സംസ്ഥാനമാണെന്ന് പറയുന്നു. നമ്മുടെ കേന്ദ്ര സർക്കാരിന്റെ നീതി ആയോഗിന്റെ കണക്ക് പ്രകാരം എല്ലാ വികസന സൂചികളിലും 1ാമത് നിൽക്കുന്ന സംസ്ഥാനമാണെന്ന് പറയുമ്പോൾ ഈ 1ാമത് നിൽക്കുന്ന സംസ്ഥാനത്തിന്റെ ആ 1ാം സ്ഥാനം പങ്കിട്ട മറ്റൊരു സംസ്ഥാനമുണ്ട്, ഉത്തരാഖണ്ഡ്. അപ്പൊ ഉത്തരാഖണ്ഡിൽ ഒപ്പാണെങ്കിൽ സമ്മതിക്കണ്ടേ? ഏതെങ്കിലുമൊക്കെ കാര്യത്തിൽ 1ാം സ്ഥാനമുണ്ട് എന്ന് പറയുമ്പോഴും കേരളം നമ്പർ 1 ആണെന്ന് പറയുമ്പോഴും എവിടെയാണ് നമ്പർ 1 എന്ന് വിശദീകരിക്കാനുള്ള ബാധ്യത ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുണ്ട്. പ്രസ്ഥാനങ്ങളും NSS പ്രസ്ഥാനങ്ങളും ശ്രീനാരായണ ഗുരുവും മന്നത്തുപുരം അടക്കമുള്ളവർ 100 കണക്കിന് സ്കൂളുകൾ ഈ കേരളത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന്റെ തുടർച്ചകളിലേക്ക് ഗവൺമെന്റ് പുറകോട്ട് പോകാൻ വയ്യാത്ത അവസ്ഥ വന്നു. പള്ളിയോടൊപ്പം പള്ളി പൂർവ്വമായിട്ട് കയറുന്നതല്ലാതെ പൊതുവായിട്ട് നിലവാരം പോരാ, ഭാഷാ നിലവാരം പോരാ എന്ന് പറഞ്ഞ് കേരളത്തിലെ കുട്ടികൾ പുറകോട്ട് പോവുകയാണ്. ഇടതുപക്ഷ മുന്നണിയാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണെന്ന്. അതുകൊണ്ട് ഇപ്പൊ പുതിയൊരു സംവിധാനം ഇറക്കിയിരിക്കുക. ഞങ്ങൾ വികസനത്തിന്റെ വക്താക്കളാണ് എന്നൊരു പ്രഖ്യാപനം പറച്ചില് മാത്രമേ ഉള്ളൂ. പണ്ട് പെണ്ണ് കാണാൻ പോയപ്പോ സ്ത്രീധനത്തിന്റെ കാര്യം ചോദിച്ചപ്പോ ബ്രോക്കർ പറഞ്ഞ പോലെ ഈ സ്ത്രീധനത്തിന്റെ തുകയൊക്കെ ഉറപ്പിച്ചു പറഞ്ഞു ഈ പറഞ്ഞതൊക്കെ ഉള്ളു കേട്ടോന്ന് പറയും. അപ്പം ഈ ലക്ഷങ്ങൾ പറഞ്ഞതൊക്കെ ഉള്ള സ്വർണ്ണത്തിലുള്ള അവർ തോന്നുന്നു. സ്ത്രീധന സമയത്ത് കൊടുത്തില്ല. അപ്പൊ അവർ ചോദിച്ചു പെണ്ണിനെ നിങ്ങൾ പറഞ്ഞ സ്ത്രീധനം തന്നില്ലല്ലോ. അന്നേരം പറഞ്ഞു അത് അന്നേ പറഞ്ഞില്ല ഈ പറഞ്ഞതൊക്കെ ഉള്ളന്ന്. ആ പറഞ്ഞ അവിടെ കൊണ്ട് എന്ന് പറഞ്ഞതുപോലെ വികസനമൊന്നുമില്ല, ഈ പറഞ്ഞതൊക്കെ ഉള്ളു. ഇപ്പൊ ചെയ്യുന്ന PR വർക്കുകളാ. പ്രിയമുള്ളവരെ, കേരളത്തിന്റെ തെക്ക് മുതൽ വടക്ക് വരെയുള്ള ദേശീയപാതകളിൽ വലിയ പിണറായി വിജയന്റെ മോന്ത വെച്ചുകൊണ്ട് ബോർഡ് അടിച്ചു വെച്ചതിന്, KSRTC പരസ്യം എഴുതിയതിന്, ട്രെയിനിൽ പരസ്യം കൊടുത്തതിന്, TV പരസ്യം കൊടുക്കുന്നതിന്, അതുപോലെ ചാനലുകൾക്ക് പരസ്യം കൊടുക്കുന്നതിന്, പത്രങ്ങളിൽ പരസ്യം കൊടുക്കുന്നതിന് 227 കോടി രൂപ ഭൂത്തടിച്ച ഗവൺമെന്റാണ് ഗവൺമെന്റ്. എന്തിനാണ്? ഈ കേരളത്തില് ഗവൺമെന്റിന് ഉത്തരവാദിത്വമില്ല, സർക്കാരിന്റെ കണക്കിൽ വരില്ല എന്ന് പറയുമ്പോൾ ഗ്യാരണ്ടിയാണ് നിന്നിരിക്കുന്നത്. എടുക്കുന്ന ലോണിന് കിഫ്ബിയിലേക്ക് വരുന്ന കോടിക്കണക്കിന് രൂപയ്ക്ക് മാനുഷാദ എന്ന് പറഞ്ഞ കൈക്ക് പിടിക്കുവാനും ഈ നാട്ടിൽ ജനാധിപത്യ സമൂഹം തയ്യാറായിരിക്കുകയാണ്. അതിന് ഒരുങ്ങി കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ സർവ്വ ചാനലുകൾ നടത്തുന്ന ജനാധിപത്യ മുന്നണി എന്ന പ്രസ്ഥാനം ഇല്ലാതെയാകുന്നു എന്നുള്ളതാണ് ഞാൻ ആദ്യം പറഞ്ഞ ചരിത്രപരമായിട്ടുള്ള ഒരു പ്രത്യേകത. ഈ ലോകത്തെ ഇവരെ നയിക്കുന്ന പ്രതിശാസ്ത്രമുണ്ടല്ലോ, കമ്മ്യൂണിസ്റ്റ് പ്രതിശാസ്ത്രം. ഇത് യഥാർത്ഥ മുഖ്യത. നമ്മളത് പോലും ചില നേതാക്കന്മാർ പറയും യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരില്ല കേട്ടോ. യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ സ്നേഹമുള്ളവരാ, സഹവർത്തിത്വമുള്ളവരാ, ജനാധിപത്യ ബോധമുള്ളവരാ, പൗരബോധമുള്ളവരാ. ഇതൊന്നുമില്ല. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ ഒന്നുമില്ല. അവിടെ ഒരു ജനാധിപത്യമില്ല. അത് ചൈനയെ നോക്കി അറിയാം, വടക്കൻ കൊറിയ നോക്കി അറിയാം, ക്യൂബയെ നോക്കിയാൽ അറിയാം, റഷ്യയെ നോക്കിയാൽ അറിയാം. ഇവിടെ ഒന്നുമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് റഷ്യ പോലെ ലോകത്തെ കിട്ടിക്കിടാവുറപ്പിച്ച ഒരു രാജ്യം 13 കഷ്ടമായിട്ട് പൊട്ടിത്തെറിച്ചു പോയത്. ഇപ്പൊ ചെങ്കൊടിയുടെ നിറം മാത്രമേ ഉള്ളൂ ചൈനയില്. അവിടെ പക്ക മുതലാളിത്തം തന്നെയാണ്. ലോകത്തെ ഏറ്റവും വലിയ കോടീശ്വരന്മാർ 100 കണക്കിനുള്ള നാട് ഇന്ന് ചൈനയാണ്. ഇന്ന് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം വിഭാവനം ചെയ്യുന്ന സോഷ്യലിസത്തിന്റെയും സാമ്പത്തിക വിതരണമൊന്നും അവിടെയില്ല കേട്ടോ. ടൈപ്പിൽ അല്ലാതെ ഇവിടുത്തെ പല കുട്ടികളെ തലമുടി നീട്ടി ഫാഷന ജൻസിയ എന്നൊക്കെ
UDF പ്രതിനിധിയാണ് നമ്മുടെ പ്രിയപ്പെട്ട ചാണ്ടിയുമ്മനോട് മത്സരിക്കുന്നത്. മാതൃകയാണ് അദ്ദേഹം. ഉമ്മൻചാണ്ടി സാറിനെ പോലെ മാതൃകയാണ്. എന്താണെന്ന് അറിയുമോ? ഈ ഉമ്മൻചാണ്ടി സാറ് കേരളത്തിലെ പൊതുപ്രവർത്തകർക്ക് ആകെ ഒരു മാതൃക കൊടുത്തു. എങ്ങനെയാകണം പൊതുപ്രവർത്തകനായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തകൻ പ്രവർത്തിക്കേണ്ടതെന്ന്. തന്റെ മുമ്പിൽ വരുന്ന വിഷയങ്ങളെ പതിച്ചു നോക്കിക്കൊണ്ട് നമ്മുടെ പ്രവർത്തകരുടെ അടിയിൽ നീതിയുടെ ഒപ്പമുണ്ടെന്ന് ഉറപ്പുവരുത്തുന്ന ആ ഒരു നീതിബോധത്തിന്റെ രാഷ്ട്രീയ പ്രവർത്തനം ഉണ്ടല്ലോ. പാവപ്പെട്ടവനെയും പണക്കാരനെയും പാമരനെയും ചണ്ടാളനും എന്നൊന്നും വ്യത്യാസമില്ലാതെ മനുഷ്യനെ മനുഷ്യനായിട്ട് കാണുകയും ഈ നാടിന്റെ വികസനം, സമഗ്രമായിട്ടുള്ള വികസനം എല്ലാ വിഭാഗങ്ങൾക്കും അപ്പുറത്ത് കണ്ട മനുഷ്യൻ, ആ അദ്ദേഹത്തിന്റെ പൊന്നാമന പുത്രൻ ചാണ്ടിയുമ്മൻ മറ്റൊരു മാതൃക കാണിച്ചിരിക്കുന്നു. ഇവിടെ ബോർഡില്ല, ഫ്ലെക്സ് ഇല്ല. ഇന്നലെ ഞാൻ കണ്ടു BJPയുടെ സമുന്നതനായ നേതാവ് CKP പത്മനാഭൻ പറയുന്നു, ഈ തെരഞ്ഞെടുപ്പിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം പുതുപ്പള്ളിയിലെ UDFന്റെ സ്ഥാനാർത്ഥി ചാണ്ടിയുമ്മനെ പ്രതിനിധിയാണ്. പ്രിയമുള്ളവരെ, ജനാധിപത്യത്തിന്റെ പൂർണ്ണമായിട്ടുള്ള അർത്ഥത്തിലേക്ക് വഴിമാറിക്കൊണ്ടിരിക്കുമ്പോൾ ജനങ്ങളുടെ ആ ഒരു ഇച്ഛാശക്തിയെ വിശ്വസിച്ചുകൊണ്ട്, അവരുടെ മൂല്യബോധത്തെ വിശ്വസിച്ചുകൊണ്ട് ഇവിടെ പ്രചരണ കോലാഹലങ്ങളുടെ അപ്രചണ്ഡമായ പരിപാടിയിൽ അങ്ങനെ വികലമായിട്ട് സ്വാധീനിക്കേണ്ടതല്ല അവരുടെ വ്യക്തിത്വവും വോട്ടുമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ ചെലവ് ചുരുക്കി തന്റെ നീതിപൂർവമായ നിലപാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഐക്യജനാധിപത്യ മുന്നണിയുടെ പ്രസ്ഥാനത്തിന്റെ രാഷ്ട്രീയ ആശയവും ആദർശവും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇവിടെ ഒരു പുതിയ മാതൃകയ്ക്ക് തുടക്കം കുറിച്ചിരിക്കുന്നു. ആ മാതൃകയെ തിരിച്ചറിഞ്ഞു വന്നിരിക്കുന്നവർ നിങ്ങൾ കേരളത്തിൽ കൊടുക്കുന്ന വലിയൊരു മെസ്സേജാണ്. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും അത്രമാത്രം പൗരബോധവും ജനാധിപത്യബോധവും ഉയർന്നവരാണെന്ന് തിരിച്ചറിയുകയാണ്. ആ ഉയർന്ന ജനാധിപത്യബോധം ഈ നാട്ടിൽ നിലനിൽക്കാൻ ആവശ്യമാണ്. ഞാൻ BJPയുടെ വഴികളിലേക്കൊന്നും കടന്നു പോകുന്നില്ല. എനിക്ക് പിന്നാലെ പ്രസംഗിക്കുന്ന നേതാക്കന്മാർ അതിനെക്കുറിച്ചൊക്കെ കൂടുതൽ പ്രസംഗിക്കുന്നതുകൊണ്ട് ഞാൻ പ്രസംഗം ഇനി ദീർഘിപ്പിക്കുന്നില്ല. പ്രിയമുള്ളവരെ, ഈ നാടിനെ രക്ഷിക്കുവാനുള്ള അനിവാര്യമായിട്ടുള്ള ഒരു വോട്ടിന്റെ ദിവസമാണ് ഈ 9-ാം തീയതി. ഈ നാടിനെ കേരളമായി നിലനിർത്തുവാൻ, വികസനം എത്തിക്കുവാനുള്ള അവസാന വണ്ടിയുടെ ആ ഒരു തെരഞ്ഞെടുപ്പാണ് ഈ 9-ാം തീയതി തെരഞ്ഞെടുപ്പ്. ഈ കേരളത്തിലെ സ്ത്രീ സുരക്ഷയ്ക്ക് അവൾക്കൊപ്പം എന്ന് പറഞ്ഞുകൊണ്ട് പാർട്ടിക്കാരനെ MLA-മാരും പെണ്ണുപിടിക്കാൻ പോയാൽ, അവർ സ്ത്രീകളെ പീഡിപ്പിച്ചാൽ കേസെടുക്കാൻ കഴിയാത്ത ആ മുഖ്യമന്ത്രി ഉണ്ടല്ലോ, അതുപോലെയല്ല. സ്ത്രീ സുരക്ഷ ഉറപ്പുവരുത്തണമെങ്കിൽ, ഭരണകൂടത്തിന്റെ പിന്തുണ ഈ പെണ്ണുപിടിയന്മാർക്കില്ല എന്ന് ഉറപ്പുവരുത്തണമെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ ഐക്യജനാധിപത്യ മുന്നണി വരണം. ആ തയ്യാറെടുപ്പിന് കേരളം തയ്യാറായി കഴിഞ്ഞു. ചരിത്രത്തിലില്ലാത്ത റെക്കോർഡ് ഭൂരിപക്ഷം UDFന്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള ഉമ്മൻചാണ്ടി സാറിന്റെ പ്രിയപുത്രൻ, നാടിന്റെ പ്രിയങ്കരമായ ചാണ്ടിയുമ്മന് കൈയടയാളത്തിൽ നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ വിജയിപ്പിക്കണമെന്ന് ഞാൻ വിനയപുരസ്സരം അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവരും ആശംസകളും നേർന്നുകൊണ്ട് യോഗത്തിൽ അർപ്പിച്ചുകൊണ്ടും എന്റെ വൈദ്യുതി അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം ചെയ്യുന്നു. കമ്മ്യൂണിസത്തിലൂടെ വളർന്നുവന്ന് AAVFന്റെ കോട്ടയം ജില്ലാ സെക്രട്ടറി പദവി വരെ വഹിച്ച് കമ്മ്യൂണിസ്റ്റ് വന്ന കാർത്തത്തിനെ വലിച്ചെറിഞ്ഞ് കോൺഗ്രസിലേക്ക് കടന്നു വന്ന പ്രിയപ്പെട്ട KK ശാന്താറാം അവർക്ക് പ്രത്യേക നന്ദി, നല്ലൊരു കണി കഴിഞ്ഞ കൊടുക്കുകയും വേണം. അടുത്തായി നമ്മുടെ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതിനായി KPC ജനറൽ സെക്രട്ടറിയും UDFന്റെ ജില്ലാ ചെയർമാനുമായ അഡ്വക്കേറ്റ് ഫിക്സൺ മാസ്റ്ററിനെ ആദരവോടെ ക്ഷണിക്കുന്നു. കാരുണ്യ പദ്ധതി പ്രകാരം എത്രയോ ആളുകൾക്ക് സഹായം ലഭിച്ചിട്ടുള്ള ഈ അടുത്ത കാലത്ത് നിങ്ങൾക്ക് പരിചയമുള്ള ആർക്കെങ്കിലും അങ്ങനെ ഒരു സഹായം ഒരു കാരുണ്യ പദ്ധതിയോട് കിട്ടിയിട്ടുണ്ടോ? ഇല്ല. കാരുണ്യ പേരിലുള്ള ലോട്ടറി ഇപ്പോഴും ഉണ്ട്, അതിന് പൈസ മേടിക്കുന്നുണ്ട്. ആ കൂടെ തന്നെ അവരെ മെഡിസപ്പ് റിട്ടയർ ചെയ്തൊരു സർവീസിലുള്ള ഉദ്യോഗസ്ഥരിൽ നിന്ന് 600 രൂപ വെച്ച് പ്രതിമാസം മേടിച്ചാണ് മെഡിസപ്പ് എന്ന ഇൻഷുറൻസ് സ്കീമാണ്. ആ മെഡിസപ്പായിട്ട് ആ മന്ദിര ആശുപത്രിയിൽ ചെന്ന് നോക്ക്. അല്ല, അത് കിട്ടുന്നില്ല. ഞാൻ ആശുപത്രി കിടന്നു ഞാൻ പറഞ്ഞു. എന്നോട് കൊച്ചുമ വന്ന് പറഞ്ഞു, ഇതാണ് ബുദ്ധിമുട്ടാണ്. കാരണം 1,67,00,000 രൂപ മന്ദിര ആശുപത്രി സർക്കാർ കൊടുക്കാറുണ്ട് മെഡിസപ്പിന്റെ. അതുകൊണ്ട് നമ്മളോട് പറയും കൈയോടെ വേറെ ബില്ല് കൊടുക്കാതെ കുഴപ്പമില്ല, അല്ലെ വേറെ ആശുപത്രി പൊക്കോളാൻ പറയും. കേരളത്തിൽ പൊതുവായുള്ള 3.25 കോടി രൂപ കൊടുക്കാണ് നമ്മുടെ ചാരിതാസ് ആശുപത്രിക്ക്. അവർക്കൊന്നും പുറത്തു പറയാൻ പറ്റില്ല. അവർ സർക്കാരുമായി ഏറ്റുകൊണ്ടല്ല, അവർ തയ്യാറല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ മേഖലകൾ മുഴുവൻ തകർന്ന് തരിപ്പണമായി നിൽക്കുകയാണ്. അവർക്ക് ചെയ്യാവുന്ന കാര്യങ്ങളെല്ലാം ചെയ്യും. മോഷ്ടിക്കാവുന്ന മേഖലകളിൽ നിന്നെല്ലാം മോഷണം നടത്തും. കറണ്ട് ചാർജ് ഇപ്പൊ എത്രയാണെന്ന് ആർക്കും അറിയാമോ? ഒരു യൂണിറ്റ് വൈദ്യുതി എത്രയാണെന്ന് കേരളത്തിലെ ഒരു മനുഷ്യനും ഇപ്പൊ അറിയില്ല. കാരണം രാവിലെ 6 മണി വരെ ചാർജ്, വൈകിട്ട് 6 മണി വരെ വേറൊരു ചാർജ്, 8 മണി കഴിഞ്ഞ് രാത്രിയിൽ മറ്റൊരു ചന്തയാണ്. ഒരു യൂണിറ്റ് യഥാർത്ഥത്തിൽ നമ്മൾ എത്ര പൈസ കൊടുക്കുന്നു എന്ന് നമുക്ക് ആർക്കും അറിയില്ല. അത് അറിയരുതെന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. കാരണം കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുമ്പ് നമ്മൾ പറഞ്ഞു
3 തവണ കറണ്ട് ചാർജ് കൂട്ടിയ സർക്കാരാണ് 5 വർഷത്തിനിടയ്ക്ക്. ഒന്നുകൂടെ കൂട്ടാൻ പോവാണ്. റെഗുലേറ്ററി അതോറിറ്റി കത്ത് കൊടുത്തിരിക്കുക. അങ്ങനെ കൊടുത്തത് ഇപ്പൊ വരുമെന്ന് പറഞ്ഞു. ഇപ്പൊ CPM അങ്ങനെയൊന്നും ഇല്ലെന്ന് പറഞ്ഞു. കാരണം 2 മാസം കൂടുമ്പോഴേ നമുക്ക് ബില്ല് വരുള്ളൂ. അപ്പൊ നമ്മൾ 1 മാസം കഴിയുമ്പോൾ മറന്നു പോകും. എല്ലാവർക്കും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് റിസൾട്ടും കഴിഞ്ഞ് ഒരാഴ്ച കഴിയുമ്പോൾ ബില്ല് കിട്ടാൻ തുടങ്ങി. നിങ്ങളത് ആലോചിച്ച് നോക്കി എത്ര രൂപയുടെ വർധനമാണ് വരുത്തിയത്. സഖാക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ നമുക്ക് അനുകൂലമായി വോട്ട് ചെയ്യുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഈ വരുന്ന 29-ാം തീയതി നടക്കുന്നത്. അക്കാര്യത്തിൽ നമ്മുടെ പങ്കാളിത്തം, നമ്മുടെ ഉത്തരവാദിത്വം കൃത്യമായി നിർവഹിക്കണമെന്നുള്ള വളരെ എളിയ ഒരു അഭ്യർത്ഥന നമ്മുടെ ചാണ്ടിയമ്മനെ വിജയിപ്പിക്കുവാൻ വേണ്ടി എല്ലാ ദിവസവും അതിനുവേണ്ടി കഷ്ടപ്പെടുന്ന നിങ്ങളെ എല്ലാവരെയും പ്രത്യേകമായി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഈ യോഗം ഉദ്ഘാടനം ചെയ്തതായി വിജയപൂർവ്വം അറിയിക്കുന്നു. നമസ്കാരം. അധിക പ്രസംഗമാണ് എന്ന് ഉത്തമ ബോധ്യത്തോടുകൂടിയാണ് എല്ലാവരും നിൽക്കുന്നത്. തീർച്ചയായും 2 വാക്കുകൾ കൊണ്ട് ഞാൻ അവസാനിപ്പിക്കും. ഈ തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയ പ്രാധാന്യം വളരെ കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വർത്തമാന പത്രങ്ങളും ദൃശ്യമാധ്യമങ്ങളും ഇതുപോലുള്ള യോഗങ്ങളും അത് വിളിച്ചറിയിച്ചിട്ടുണ്ട്. ഒരു കാര്യം മാത്രമേ എനിക്ക് ഓർപ്പിക്കുവാനുള്ളൂ. ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ പ്രിയപ്പെട്ട ശ്രീ ഉമ്മൻചാണ്ടിയെ പോലെ ഒരു മുഖ്യമന്ത്രി, കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി, ഐക്യജനാധിപത്യ മുന്നണിയുടെ മുഖ്യമന്ത്രി ഈ സംസ്ഥാനത്തുണ്ടാകും എന്നുള്ള വലിയ പ്രതീക്ഷയോടുകൂടിയാണ് നമ്മൾ ഈ 9-ാം തീയതി പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നത്. ഉമ്മൻചാണ്ടിയെ പോലെ എന്ന് പറഞ്ഞാൽ സങ്കടം വന്നാൽ കരയണം, ദേഷ്യം വന്നാൽ ദേഷ്യപ്പെടണം, ചൂടാവണം, അല്ലേ, ചിരിക്കണം. അത്തരത്തിലൊരു മുഖ്യമന്ത്രി കേരളത്തിൽ ഉണ്ടാകണം. നിർഭാഗ്യവശാൽ കഴിഞ്ഞ 10 വർഷമായി കേരളത്തിൽ ഒരു മുഖ്യമന്ത്രിയുണ്ട്. ചിരിക്കാത്ത മുഖ്യമന്ത്രി, കരയാത്ത മുഖ്യമന്ത്രി, വികാരങ്ങളൊന്നുമില്ലാത്ത മുഖ്യമന്ത്രി. എപ്പോ നോക്കിയാലും ദേഷ്യം. ആ ഒരു വികാരം മാത്രമേ ആ മുഖത്തുള്ളൂ. അതാണോ കേരളത്തിൽ വേണ്ടത്? നല്ല അക്ഷരാഭ്യാസമുള്ള കേരളത്തിന് അത്തരത്തിലുള്ള ഒരു മുഖ്യമന്ത്രിയെ വേണ്ട. മാത്രമല്ല, ഈ റോഡിലൂടെ എങ്ങാൻ പോയ 10-45 വാഹനങ്ങളുടെ അകമ്പടിയോടെ ഏറ്റവും പുറകിലെ ഒരു ആംബുലൻസ് ആവശ്യം അധികം താമസിയാതെ അത് കെട്ടിയെടുക്കും. ഒരു സംശയം വേണ്ട, നമ്മുടെ സംസ്ഥാനത്തിന്റെ കയ്യിലുള്ള ആ വാഹനം ഇദ്ദേഹത്തിൽ വിട്ടുകൊടുക്കണം എന്നാണ് എന്റെ അഭിപ്രായം. തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പ് ചാണ്ടിയമ്മന് ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുവാനുള്ള തെരഞ്ഞെടുപ്പാണ്. ചാണ്ടിയമ്മൻ വിജയിച്ചു, യാതൊരു സംശയം വേണ്ട, അല്ലെ? ആർക്കെങ്കിലും സംശയമുണ്ടോ? ആർക്കും സംശയമില്ല. പക്ഷേ ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നത് ചാണ്ടിയമ്മനെ വിജയിപ്പിക്കുവാനല്ല, മറിച്ച് കേരളത്തെ 10 കൊല്ലമായി നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഇടത് ജനാധിപത്യ മുന്നണിയോടും പിണറായി വിജയനോടുമുള്ള എന്റെ വലിയ ദേഷ്യം, എന്റെ കോപം പ്രകടിപ്പിക്കുവാനാണ് ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നത്. നിങ്ങളും അങ്ങനെ തന്നെ പോളിംഗ് ബൂത്തിലേക്ക് പോകണം എന്ന് മാത്രം വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് പ്രിയപ്പെട്ട നമ്മുടെ ചാണ്ടിയമ്മന് കൈയടയാളത്തിൽ നിങ്ങൾ ഒരു സമ്മതിദാനാവകാശം രേഖപ്പെടുത്തി അദ്ദേഹത്തെ വിജയിപ്പിക്കണം എന്നുകൂടെ അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഐക്യജനാധിപത്യ മുന്നണിയുടെ ഈശ്വരാശംസകൾ കൂടെ അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അഭിവാദ്യം. ജനപ്രതിനിധികൾ നേരെ തന്നെ സംസാരിക്കുന്നില്ല എന്ന് അറിയിച്ചു. നന്ദി പറയുന്നതിനായിട്ട് കോൺഗ്രസിന്റെ സെക്രട്ടറി പ്രിയപ്പെട്ട അജിത്തിനെ ഈ ചൂണ്ടുവിരലിൽ മഷി കിട്ടുന്ന ദിവസം എനിക്ക് മുൻപ് ഇവിടെ സംസാരിച്ച പരിമിതപ്രജ്ഞരായ രാഷ്ട്രീയ നേതാക്കൾ പറഞ്ഞ എണ്ണമറ്റ ഗവൺമെന്റിന്റെ അനീതിക്കെതിരെയുള്ള മറുപടിയായി തീരട്ടെ തെരഞ്ഞെടുപ്പ്. മെയ് 4-ാം തീയതി തെരഞ്ഞെടുപ്പിന്റെ ഫലം വരുന്ന ദിവസം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള മുക്കവരകളും നാൽക്കവരകളും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കൈപ്പത്തിയെത്തിയ മൂവർണ്ണ കൊടി അടയാളമായി പാറിക്കളിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും, പ്രത്യേകിച്ച് മുഖ്യപ്രാസംഗികൻ ഷാജാറാം, ഉദ്ഘാടകൻ ഫിൻസൺ മാത്യൂസ്, മണ്ഡലം കമ്മിറ്റിയുടെ അധ്യക്ഷൻ സാംദേവക്കി, ജിനു കെ പോൾ, അൽവാനി ബിരിയാണി, കടന്നു വന്നിരിക്കുന്ന നിമി ചേച്ചി, എല്ലാവർക്കും ഏറ്റവും പ്രിയപ്പെട്ട ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്